ഏറ്റവും ബൃഹത്തായ നമ്മുടെ ആന്തരിക ലോകം, വളരെ ചെറിയ ബാഹ്യലോകം, അങ്ങനെ പറയേണ്ടത്. നമ്മുടെ ചുറ്റുപാടുകൾ വളരെ ചെറുതാണ്. ഇതിനെയൊക്കെ പെർസീവ് ചെയ്യാൻ പറ്റും നമ്മൾ ആന്തരികോലം ഇതിനേക്കാളൊക്കെ വിശാലവും വലുതുമാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ബാഹ്യലോകത്തെ പല കാര്യങ്ങളും ഇങ്ങനെ അതിലൊക്കെ അസ്വസ്ഥതകൾ സൃഷ്ടിച്ച് നമ്മൾ ഈ ആന്തരിക ലോകത്തേക്ക് തിരിച്ചു പോകാൻ ഒരു വൈമനസ്യം കാണിക്കുകയാണ്. പലപ്പോഴും നമ്മൾ ഇങ്ങനൊരു ആന്തരിക ലോകത്തുണ്ട്, ഇവിടെ ഞാൻ ജീവിക്കുന്നു എന്ന് പോലും നമ്മൾ തിരിച്ചറിയാതെ ജീവിച്ചു പോവുകയാണ്. അപ്പം നമ്മൾ സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്ന ഈ ബാഹ്യലോകത്ത് നിന്ന്, പ്രപഞ്ചം വിശാലമായിക്കട്ടെ, ഭൂമി വിശാലമാവട്ടെ, നാട്ടിലൊരുപാട് ജനങ്ങളുണ്ടായിക്കോട്ടെ, അതെല്ലാം നമ്മുടെ ഈ ഒരു ആന്തരിക ലോകവുമായിട്ട് കമ്പയർ ചെയ്യുമ്പം നിസ്സാരമാണ്, സിമ്പിളാണ്, ചെറുതാണ്. പക്ഷെ നമ്മുടെ ആന്തരിക ലോകം വിശാലമാണ്. നമുക്ക് ചിന്താശേഷിയുള്ള, നമുക്ക് ഭാവനാശേഷിയുള്ള, നമുക്ക് നമ്മുടെ